പ്രൈസ് ദി ലോർഡ്. ഈ ദിവസത്തിന്റെ ഉച്ച കഴിഞ്ഞ് 4 മണിയിലേക്ക് അല്ലെ 4 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിന്റെ വിശ്രമത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആരാധനയ്ക്ക് ശേഷം വൈകിട്ട് ഇങ്ങനെ ഒരു സമയം ഞങ്ങൾ കണ്ടെത്തിയതിന്റെ ഉദ്ദേശം, നിങ്ങൾ ഈ വർഷം കേട്ട വാർത്തകളിൽ പലതും നിങ്ങളെ ദുഃഖിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് വിളിച്ചു പറയുന്ന ഈ വാർത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷം തരികയും വരും കാലങ്ങളിൽ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം തരുവാൻ തക്കവണ്ണം ഈ ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ള വലിയ ഉറപ്പിനാലാണ്. നമ്മൾ പാർക്കുന്ന ഈ മഹാരാജ്യത്തിൽ, ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ, അത് നല്ല മനോഹരമായ ദേശമാണ്. വിദേശികൾ പോലും വന്ന് പറഞ്ഞ വാർത്തകൾ നമുക്ക് അറിയുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം രാജ്യം, സ്വന്തം സ്ഥലം, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിനെ കുറിച്ച് ലോകം പോലും വിളിച്ചു പറഞ്ഞത്. എന്നാൽ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും അതിനകത്ത് അത്ഭുതം കൂറുമാണ്. ഇന്നത്തെ ഓരോ അനുഭവങ്ങളും സാഹചര്യങ്ങളും നോക്കിയാൽ നമുക്ക് പോലും അതിൽ സംശയം ഉണ്ടാകാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്മൃതിമണ്ഡപത്തിലൂടെ പോകുന്ന ഓരോ കാര്യങ്ങളും ഒന്നെടുത്തു വെച്ച് നോക്കിയാൽ അതിനോട് ഒട്ടും ബന്ധമില്ലാത്തതുപോലെയായി നമുക്ക് തോന്നാറുണ്ട്. ഈ വർഷത്തിന്റെ ഓരോ ഉത്സവങ്ങളും ഓരോ ആഘോഷങ്ങളും കഴിയുമ്പോൾ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ എനിക്കും നിങ്ങൾക്കും അത്ഭുതം തോന്നും. കേരളത്തിലാണോ ഇത്ര വലിയ മദ്യപാനികളാൽ നിറയപ്പെട്ടതെന്ന്? കാരണം ഓരോ ദിവസവും അതിന്റെ അളവ്, ഗവൺമെന്റിന് കിട്ടുന്നതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദേശനിവാസികളെ, ഇതുകൊണ്ട് എന്താണ് നമുക്കുണ്ടാകുന്ന പ്രയോജനം? ഗവൺമെന്റിന് കുറെ സമ്പത്ത് ഉണ്ടാകുന്നുണ്ട്, എന്നാൽ നമ്മൾ നേടുന്നത് എന്താണ്? ഭവനത്തിനകത്ത് കുറെ കലഹങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു, ഭവനത്തിനകത്ത് സമാധാനമില്ല, അനേകം പേർ ഇതുമൂലം ആത്മഹത്യയുടെ വഴിയിലേക്ക് യാത്ര ചെയ്യുന്നു. ഇതിനകത്ത് ഒരു സന്തോഷവും ഇന്ന് വരെ ഒരു മനുഷ്യന് ലഭിച്ചിട്ടില്ല. മദ്യപാനത്തിലൂടെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ ആരോഗ്യം കൊണ്ട് അവർ നേടിയ സമ്പത്ത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നേടിയ സമ്പത്ത് അവർ മദ്യപാനത്തിന് വേണ്ടി ചെലവിടുകയാണ്. അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് അവർ മടങ്ങി വരുന്നത് സാമാന്യ ബോധമില്ലാത്തവരായി അവർ മടങ്ങി വരികയാണ്. വീടിനകത്ത് കയറുമ്പോൾ അവരെ നോക്കി നിൽക്കുന്നവർക്ക് കരയാനല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല. അതോടൊപ്പം അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. ഇതിലൂടെ തന്നെ അവരുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വല്ലാതെ നശിച്ചു പോവുകയാണ്, സമാധാനമില്ലാതായി പോവുകയാണ്, അവരുടെ സാമ്പത്തികം നഷ്ടപ്പെടുകയാണ്. എല്ലാത്തിനും അപ്പുറം അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് നടന്നു പോകുന്ന ചില ജീവിതങ്ങളായി മദ്യപാനത്തിന്റെ പിന്നിലൂടെ നടന്നു പോവുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു വലിയ വിപത്താണ് ഇന്നത്തെ മയക്കുമരുന്നിന്റെ ഉപയോഗം. യുവാക്കൾ, യുവതികൾ പ്രായഭേദമില്ലാതെ ഇതിന്റെ പിന്നാലെ യാത്ര ചെയ്യുകയാണ്. എന്താണ് ഇതിന്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ, അമ്മയപ്പന്മാരെ മനസ്സിലാക്കാത്ത, സഹോദരങ്ങളെ മനസ്സിലാക്കാത്ത, സമൂഹത്തെ മനസ്സിലാക്കാത്ത ഒരു കൂട്ടത്തെ വാർത്തെടുക്കുന്നതിന് തുല്യമായി ഇന്നേ കാലഘട്ടത്തിൽ മയക്കുമരുന്നും അതിന്റെ ആഴത്തിലുള്ള സ്വാധീനം നടത്തുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതെല്ലാം നിങ്ങളുടെ അവസാനത്തിലേക്ക്, മരണത്തിലേക്ക്, ഒരു സന്തോഷമില്ലാത്ത, ഒരു സമാധാനമില്ലാത്ത കാലഘട്ടത്തിലേക്ക് നിങ്ങളെ വഴിതെളിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു സത്യമുണ്ട്. നിങ്ങളെ നടത്തുവാൻ, ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ, ഇതിൽ നിന്ന് രക്ഷിക്കുവാൻ യേശു എന്നുള്ളൊരു വഴിയെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഈ വൈകിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ
എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരും? ഒരു മനുഷ്യന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് ഒരിക്കലും പുറത്തു വരാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന്റെ തന്നെയുള്ള പ്രവർത്തനം കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. അങ്ങനാണെങ്കിൽ ഇതിൽ എല്ലാവർക്കും സാധിച്ചേനെ. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പാപം എന്നൊരു പ്രവൃത്തി വല്ലാതെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. പാപം ഇവരെ ഈ ജഡത്തിന്റെ ചിന്തയിലേക്കും ഈ മദ്യപാനത്തിലേക്കും ഈ ലോകത്തിന്റെ വെറുക്കൂത്തിലേക്കും ഈ മയക്കുമരുന്നിന്റെ ആസക്തിയിലേക്കും ഈ മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. ഈ പാപം എന്ന കാര്യം അവരെ സ്വാധീനിക്കുമ്പോൾ അവൻ നിത്യനായ യേശുവിനെ മറച്ചു കളയുകയും പാപത്തിന്റെ ഹിതത്തിനനുസരിച്ച് മനുഷ്യൻ യാത്ര ചെയ്യുകയും ചെയ്യാണ്. ഈ ലോകത്തിലെ പിശാചിന് ഏറ്റവും വലിയ ആഗ്രഹം ഒന്നു മാത്രമാണ്, യേശു എന്ന രക്ഷിതാവിനെ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മറച്ചു കളഞ്ഞിട്ട് അവൻ നിത്യനാശത്തിലേക്ക് പോകണമെന്നുള്ളതാണ് പിശാചിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി എന്തോ ചെയ്യും? പാപം അവനെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, എങ്ങനെ രക്ഷ പ്രാപിക്കും? എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുന്നത്? എങ്ങനെ ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി ലഭിക്കും? അതിനൊറ്റ വാക്കേ ഉള്ളൂ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമം യേശു എന്ന നാമം മാത്രമാണ്. ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ വൈകിയ സമയം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഏത് വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, ഏത് പാപത്തിന്റെ നടുവിലായിരുന്നാലും ആർ ഞങ്ങളെ വിടുവിക്കും? ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമോ എന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാണ്, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ഒരു മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അവസാന തുള്ളി രക്തം വരെയും കാൽവറിയിൽ നൽകി തന്ന സ്വർഗത്തിലെ ദൈവമായ യേശു തമ്പുരാനല്ലാതെ മറ്റൊരുവരും അത് നിങ്ങൾക്ക് നൽകി തരാൻ സാധിക്കുകയില്ല. ഈ രക്തമാണ് ഞങ്ങളെ വിടുവിച്ചത്. ഈ രക്ഷ അനുഭവിച്ചത് കൊണ്ടാണ് ഈ വൈകിയ നേരം ഈ റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ലജ്ജ കൂടാതെ ഞങ്ങളുടെ പ്രാണപ്രിയനായ യേശുവിനെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതിന്റെ ഒരു കാര്യം, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ അത് ഞങ്ങളെ വിടുവിച്ച യേശു തമ്പുരാനാണ്. ഞങ്ങൾക്ക് രക്ഷ തന്നത് അവന്റെ നാമമാണ്. ആ നാമം നിങ്ങളെയും രക്ഷിക്കുമെന്ന് വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഇവിടെ ഒന്നിച്ചു കൂടിയത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഏത് വിഷയത്തിനടുവിലും നിങ്ങളെ വിടുവിക്കാൻ ഒരു യേശുവുണ്ട്. നിങ്ങളുടെ രോഗം എത്ര വലിയ കഠിനമായതാണെങ്കിലും അത് കാൽവറിയിലെ യാഗത്തിലൂടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള തിരുവചനം പറയുന്നത് പോലെ തന്നെ കാൽവറിയിലെ യാഗം അത് ലോകത്തിന് സൗഖ്യമാണ്. അത് നിങ്ങൾക്ക് സമാധാനം തരുന്നതാണ്. അത് നിങ്ങൾക്ക് പാപത്തിന് രക്ഷ തരുന്നതാണ്. അത് നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നതാണ്. അത് നിങ്ങളുടെ രക്ഷയാണ്. അത് മാത്രമല്ല, ഒരു വാക്കുകൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ഇവിടെ വെച്ച് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇത് താൽക്കാലികമായി 70 80 വർഷം നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നെങ്കിലും മരണത്തിലൂടെ ഒരു നിത്യമായ ജീവൻ നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിത്യമായ ജീവനിലേക്ക് എത്തേണ്ടതിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത് വിളിച്ചു പറയുന്നത്. പാപം ചെയ്ത് അതിന്റെ അന്ധകാരത്തിൽ പോയാൽ നരകമല്ലാതെ മറ്റൊന്നും അങ്ങനെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഇതിന്റെ നടുവിൽ കർത്താവിന്റെ നിത്യതയ്ക്കായി ഒരുക്കാൻ തയ്യാറാണെങ്കിൽ നിത്യമായ സ്വർഗം എനിക്കും നിങ്ങൾക്കുമായി സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. ഈ വൈകിയ സമയം കർത്താവിൽ ആശ്രയിച്ച് വിളിച്ചു പറയാനുള്ളത്, ഇതുവരെ യേശുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, ഇതുവരെ യേശുവിനെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ യേശു ആരാണ് എന്ന് ഇതുവരെ തൊട്ടറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകാം, കണ്ടിട്ടുണ്ടാകാം അനുഭവങ്ങളിലൂടെ. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നല്ലൊരു സമയമാണ്. ഈ വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയ വർഷം നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഈ യേശുവിനുമായി കൂടെയാണ് അടുത്ത വർഷത്തിലേക്ക് കാൽവെക്കാൻ പോകുന്നത്. ഞാൻ ഈ യേശുവുമായിട്ടുള്ള ജീവിതത്തിലൂടെയാണ് പുതിയ വർഷത്തിലേക്ക് കാൽവെക്കാൻ പോകുന്നത്. ഞാൻ ഈ യേശുവിനു കൂടെയാണ് അടുത്ത ദിവസങ്ങൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള വലിയൊരു തീരുമാനമെടുക്കാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും
സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്പസന്ദേശം നിൽക്കുന്നു. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിരങ്ങൾ